ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ നോക്കുന്നത് സർക്കാർ നമുക്ക് നൽകിയ ഏതെല്ലാം രേഖകളാണ് ആധാറുമായിട്ട് ലിങ്ക് ചെയ്യേണ്ടതെന്നാണ്. ഒന്നാമതായിട്ട് ബാങ്ക് അക്കൗണ്ട്. നമ്മളെ ബാങ്ക് അക്കൗണ്ട് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കണം. ഓക്കെ. രണ്ടാമതായിട്ട് നമ്മുടെ വാഹനത്തിൻ്റെ RC. നമ്മുടെ വാഹനത്തിൻ്റെ RC ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കണം. മൂന്നാമതായിട്ട് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസും നമ്മുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കണം. നാലാമതായിട്ട് നമ്മൾ ലിങ്ക് ചെയ്യേണ്ടത് പാൻ കാർഡ്. നമ്മുടെ പാൻ കാർഡും ഇതുപോലെ തന്നെ ആധാറുമായിട്ട് നമ്മൾ ലിങ്ക് ചെയ്തിരിക്കണം. പിന്നെ റേഷൻ കാർഡ്. നമുക്കറിയാം, റേഷൻ കാർഡിലെ ഓരോ അംഗങ്ങളും, അതായത് റേഷൻ കാർഡിൻ്റെ ഓണർ അല്ലെങ്കിൽ ഉടമ മാത്രമല്ല, റേഷൻ കാർഡിൽ എത്ര അംഗങ്ങളുണ്ട് ആ എല്ലാ അംഗങ്ങളും അവരുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കണം. പിന്നെ അടുത്തത് ഗ്യാസിൻ്റെ ബുക്ക്. നമുക്കറിയാം, നമ്മളെ ഗ്യാസിൻ്റെ കണക്ഷനും ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കണം. ഇപ്പോൾ ഏറ്റവും അവസാനമായി വന്നതാണ് വോട്ടർ ID. അപ്പോൾ നമ്മൾ വോട്ടർ IDക്ക് പുതിയതിന് അപേക്ഷ എടുക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ നിലവിലുള്ള വോട്ടർ ID പുതുക്കുന്നുമുണ്ട്. അപ്പോൾ നമ്മൾ അവസാനം E-സൈൻ എന്ന് പറഞ്ഞൊരു സംവിധാനം വന്നിട്ടുണ്ട്. ഈ E-സൈൻ ചെയ്യുന്നതോടുകൂടി ആധാറിലേക്ക് ഒരു OTP പോവുകയും ആ OTP അവിടെ ടൈപ്പ് ചെയ്ത് E-സൈൻ സബ്മിറ്റ് ചെയ്താൽ മാത്രമേ ID കാർഡിനുള്ള അപേക്ഷ അവിടെ സ്വീകരിക്കുള്ളൂ. അവിടെ നടക്കുന്ന സംവിധാനം എന്താ വെച്ചാൽ, നമ്മുടെ ആധാറും വോട്ടർ IDയും തമ്മിൽ ലിങ്ക് ആവുകയാണ്. അപ്പോൾ വോട്ടർ IDയും ആധാറും തമ്മിൽ ലിങ്ക് ആവുന്ന സംവിധാനം നിലവിൽ വന്നു എന്നർത്ഥം. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്, സർക്കാർ നമുക്ക് നൽകിയ ഒരുവിധം എല്ലാ രേഖകളും ആധാറുമായിട്ട് നമ്മൾ ലിങ്ക് ചെയ്യണം എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട പണി എന്താ വെച്ചാൽ, നമ്മുടെ ആധാർ കട്ടാവാതെ നമ്മൾ ശ്രദ്ധിക്കുക. പുതുക്കേണ്ട സമയത്ത് യഥാസമയം പുതുക്കുക. പിന്നെ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ഫോൺ നമ്പർ എപ്പോഴും ആധാറിൽ ലിങ്ക് ചെയ്ത് വെക്കണം എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ ഇങ്ങനെയൊക്കെ സംവിധാനം നമുക്ക് കിട്ടൂല. കാരണം ആധാറിൽ OTP ആധാറുമായി ലിങ്ക് ചെയ്ത നമ്പറിലേക്ക് OTP വന്നില്ലെങ്കിൽ ഈ സംവിധാനം ഒന്നും നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ രേഖകളുമായിട്ടൊക്കെ നിങ്ങളെ ആധാർ ലിങ്ക് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരും. അതുവരെ നൗ സലാം ടെക് സൈനിങ് ഔട്ട്. താങ്ക് യു.